ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 45-ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദശകവും ഭംഗിയായിട്ട് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കണം. ഹരേ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. നിൽക്കട്ടെ പെറ്റു നോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവൽ എത്ര യോഗ്യൻ മകനും, അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നേൻ. ഓം ജനകായ നമ, ഓം ജനയിത്രൈ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. 45-ാമത്തെ ദശകത്തിലെ ഭഗവാന്റെ ബാലലീലകളെ കുറിച്ചാണ് മേൽപ്പത്തൂര് സൂചിപ്പിക്കുന്നത്. ഭാഗവതം ഗ്രന്ഥത്തിന്റെ സംഗ്രഹമായിട്ടാണ് നാരായണീയം എഴുതപ്പെട്ടിട്ടുള്ളത്, നമുക്കറിയുന്നതാണ്. ഭാഗവതത്തിൽ ഉടനീള ഭഗവാന്റെ ലീലകൾ തന്നെയാണ് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ദശമത്തിലെ ആ ശ്രീകൃഷ്ണ സ്വരൂപത്തിലുള്ള ലീലകൾ, അതിൽ തന്നെ ബാലലീലകൾ എന്ന് പറയുന്ന ഭാഗം വളരെ ഭംഗിയായിട്ട് മേൽപ്പത്തൂർ ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ബാലലീലകൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു യോഗ്യത ഉണ്ടോയെന്ന് തന്നെ സത്യം പറഞ്ഞാൽ അറിയില്ല. എത്ര പറഞ്ഞാലും മതിവരാത്ത, എത്ര കേട്ടാലും മതിവരാത്ത രീതിയിലുള്ള ആ കഥകളാണ് ഭഗവാന്റെ ബാലലീലകൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒരു 1.5-2 വയസ്സ് മുതലായിട്ടുള്ള പ്രായം, ഒരു 5 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളല്ലേ, അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തൊരു ലാളിത്യമാണ്. അവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾക്ക് സമയം പോണതേ അറിയില്ല. അത്രയും കൗതുകം തോന്നണ, അത്രയും സ്നേഹം വാത്സല്യങ്ങൾ തോന്നണ പ്രായത്തിലുള്ള ഉണ്ണികളാണ്. ആ സമയത്ത് അവർക്ക് നല്ല വികൃതി ഉണ്ടാവും, കുസൃതി ഉണ്ടാവും. അവരുടെ വർത്തമാനവും ആ കളിയും ഒക്കെ കാണുന്ന സമയത്ത് അത്രയും ആനന്ദമാണ് ആ കാണികൾക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ കുസൃതിയുടെയും വികൃതിയുടെയും ഒക്കെ സ്രോതസ്, അതിൻ്റെയൊക്കെ എന്താ പറയുക, നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ കണ്ട് നമ്മൾ പറയും ഇത് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച ഒരു വ്യക്തി, അങ്ങനെയൊക്കെ പറയില്ലേ. അതേപോലെ വികൃതിക്ക്, കുസൃതിക്ക് കയ്യും കാലം വെച്ച ഒരു സ്വരൂപം, അതാണ് ശരിക്കും ഉണ്ണിക്കണ്ണൻ. അപ്പം അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ, സാധാരണ ബാലന്മാർ ബാലികമാരുടെ തന്നെ നമ്മൾ ആ കുസൃതി കാണുന്ന സമയത്ത് നമുക്ക് അത്ര കൗതുകം തോന്നുമെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ കുസൃതിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ച ആ വ്രജത്തിലെ ആൾക്കാരുടെ ആ ഒരു ഭാഗ്യത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആ കഥകൾ, ആ ഭഗവാന്റെ ലീലകളെ കുറിച്ചാണ് ഈ 45-ാമത്തെ ദശകത്തില് മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത്. ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ ഒരു അവസാനം നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ബാലലീലകളെ കുറിച്ച് മാത്രം തന്നെ വേണമെങ്കിൽ ഒരു സപ്താഹം തന്നെ നടത്താന്നുള്ള പാകത്തിൽ അത്രയും പറയാനുണ്ട് അല്ലേ. എത്ര പറഞ്ഞാലാണ് നമുക്ക് മതി വരിക, എത്ര കേട്ടാലാണ് ഭക്തന്മാർക്ക് മതി വരിക. അങ്ങനെയുള്ള കഥകളാണ് ആ ഭഗവാന്റെ ബാലലീലകൾ. അപ്പോൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെങ്ങനെയാ പറയുക, ഗുരുവായൂർ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കൊടിമരത്തിൻ്റെ അടുത്ത് മഞ്ചാടിക്കുരു വെച്ചിട്ടുള്ള വലിയൊരു ഉരുളിപ്പാത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചെറിയ കുട്ടികളോട് അച്ഛനമ്മമാർ പറയും ആ മഞ്ചാടിക്കുരു പോയിട്ട് വാരൂ എന്നാണ് പറയുക. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചാൽ ഭഗവാനെ പോലെ കുസൃതി ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്നാണ് പറയുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കുസൃതി വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ഗോകുലത്തിലുണ്ടായിരുന്ന ആ ബാലലീലകൾ, ആ സമയത്ത് ഭഗവാൻ ആടിയിട്ടുള്ള ആ ബാലലീലകളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്,
ഇപ്പോൾ ഈ ഭഗവാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുകുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാമകരണമാണ് കഴിഞ്ഞ ദശകത്തിൽ കണ്ടത്. അപ്പോൾ ഏകദേശം 1 വയസ്സായിട്ടില്ല, കുറച്ച് ഒരു 6-7 മാസങ്ങളൊക്കെ പ്രായമായിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ മുട്ടുകുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുട്ടുകുത്തി തുടങ്ങിയപ്പോൾ കൂടെ ഏട്ടനും ഉണ്ട്, ഏട്ടൻകാരനോരും ഉണ്ട് കൂടെ. എങ്ങനെയാ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പലരും നമുക്ക് മനസ്സിൽ സങ്കല്പിക്കുന്ന സമയത്ത് ഈ ഏട്ടൻ എന്ന് പറയുമ്പോൾ ബലരാമസ്വാമി വളരെയധികം പ്രായത്തിൽ മുതിർന്ന ആളെന്നുള്ള ഒരു നമുക്കൊരു 2, 3, 4 ഒക്കെ വയസ്സ് വ്യത്യാസമുള്ള പോലെയൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരിക. പക്ഷെ നമ്മൾ ഓർക്കുക, ബലഭദ്രസ്വാമി ശരിക്കും മാസങ്ങളെ കൊണ്ടേ ഏറുള്ളൂ, 1 വയസ്സ് കഷ്ടി അത്രേ ഏറുള്ളൂ ബലരാമസ്വാമി. നമുക്കറിയാം ദേവകി ദേവിയുടെ ഗർഭത്തിൽ നിന്ന് യോഗമായ ദേവി രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്ക് മാറ്റിയതാണ് ബലഭദ്രസ്വാമിയെ. അപ്പോൾ വ്രജത്തിലാണ് ബലഭദ്രസ്വാമി ജനിച്ചിട്ടുള്ളത്, മധുരയിലാണ് ഭഗവാൻ ജനിച്ച് പിന്നെ വ്രജത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഷ്ടി 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ഈ ഏട്ടനും അനിയനും തമ്മിൽ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവര് മുട്ടുകുത്താൻ തുടങ്ങിയപ്പോൾ 2 ഉണ്ണികളെ അവിടെ ആ മുട്ടുകുത്തി ആ വീട്ടിൽ മുഴുവൻ എത്തുന്ന, സകല സ്ഥലത്തും എത്താൻ തുടങ്ങുന്ന, അവിടെ വളരെ ഭംഗിയായിട്ട് പൂന്താനം തൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറയുന്ന കൃതിയിൽ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു മനസ്സിലേക്ക് ആ ഒരു രൂപം വരുന്ന സമയത്ത് പറയുന്നുണ്ട്, ഏന്തുന്ന കാരണജലത്തിലൊരുണ്ണിയായി പോയി നീന്തിയിടുവാൻ കഴിവരാതവനെന്നു പോലും നന്ദന്റെ കൊട്ടിൽ നടുമുറ്റമിവറ്റിലെല്ലാം നീന്തി തുടങ്ങിയ കിടാവിനു കൈ തൊഴുന്നിൻ. അവിടെ ആ ഭഗവാന്റെ മായയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഭാഗവതത്തിന്റെ അവസാനത്തിൽ മാർക്കണ്ഡേയ ചരിതം പറയുന്നുണ്ട്. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷിക്ക് മായ എന്താന്ന് കാണാനുള്ള ഒരു താല്പര്യം വന്ന സമയത്ത് പെട്ടെന്ന് അവിടെ പ്രളയം ഉണ്ടാവുകയും ആ പ്രളയത്തിൽ ആകെ മുങ്ങിപ്പൊങ്ങാൻ തുടങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ പെട്ട സമയത്ത് പെട്ടെന്ന് കണ്ടു എന്നാണ് ഭഗവാന്റെ ആ നമുക്കറിയാം കാലിൻ്റെ ആ തള്ളവിരല് വായയിലേക്ക് വെച്ചും കൊണ്ട് ഒരു ആലിലേൻ്റെ മുകളിൽ ആ കിടന്നുകൊണ്ടിട്ടുള്ള ആ സ്വരൂപം നമുക്കറിയണതാണ്. നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള ആ സ്വരൂപമാണല്ലേ, ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മുകുന്ദ അഷ്ടകത്തിൽ പറയണ ആ ഭഗവാന്റെ ആ സ്വരൂപം. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആ സ്വരൂപത്തിലുള്ള ഭഗവാൻ, അവിടെ ഭഗവാന് നീന്താൻ പറ്റാഞ്ഞിട്ട് അവിടെ ആ ഇലേൻ്റെ മുകളിൽ കിടന്നിട്ട് എന്നാൽ ആസ്വദിച്ച് ആ തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കുടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്വരൂപമാണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നന്ദൻ്റെ കൊട്ടിലും നടുമുറ്റത്തും എല്ലായിടത്തും നീന്താൻ തുടങ്ങിയിട്ടുള്ള, ആ മുട്ടുകുത്താൻ തുടങ്ങിയിട്ടുള്ള ആ ഭഗവാന്റെ ആ സ്വരൂപം, ആ സ്വരൂപത്തിന് ഞാൻ കൈവണങ്ങണു എന്ന് പറഞ്ഞിട്ടാണ് പൂന്താൻ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ സ്വരൂപം അവിടെ പറയുന്നുണ്ട്. 2 ഉണ്ണികൾ അവിടെ മുട്ടുകുത്തിയും കൊണ്ട് കാലിലെ ആ കിങ്ങിണിയൊക്കെ കിണിക്കിണി ശബ്ദം ഇങ്ങനെ കേൾക്കാം. എല്ലാ ആൾക്കാരും യശോദ, നന്ദഗോപര്, അതേപോലെ രോഹിണി ദേവി, വീട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല ആ വ്രജത്തിലുള്ള എല്ലാവർക്കും അതെ ആ മുട്ടുകുത്തണ ആ രൂപവും ആ കളികളും ഒക്കെ കാണാൻ ഭയങ്കര കൗതുകമെന്നാ. അപ്പം എല്ലാവരും ഓടി വരുന്ന, എങ്ങനെയാ മുട്ടുകുത്തി ഇങ്ങനെ വരണത്, ആ രൂപം അവിടെ വീണ്ടും പൂന്താനത്തിൻ്റെ കർണാമൃതത്തിലേക്ക് തിരിച്ചു പോവാണ്. അവിടെ പറയുന്നുണ്ട് ഒരു ശ്ലോകത്തിൽ, മഞ്ചാടി കുരു കുന്നിമാലകൾ മുരുക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും ചാഞ്ചാടിക്കളിയും ചമഞ്ഞ വടിവും പൂഞ്ചായലിൽ പൂഴിയും ചെഞ്ചോടെ തിരുമേനി 2 മണയത്താം മാറു കണ്ടാവു ഞാൻ. ആ 2 ഉണ്ണികളാ വരണ ആ സ്വരൂപല്ലേ, ആ വീട്ടിൽ മുഴുവൻ മുട്ടുകുത്തി എത്തുന്നതാണ്. എന്നിട്ട് ഓരോന്ന് പിടിച്ച് വലിക്കുക, അവിടെയൊക്കെ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഈ അമ്മമാർക്കായാലും ശരി ഗോപന്മാർക്കായാലും ശരി എല്ലാവർക്കും വലിയൊരു നേരം പോക്കെന്ന് വേണമെങ്കിൽ പറയാം. ഏത് സമയവും ഈ ഉണ്ണികളുടെ കൂടെ തന്നെ നിൽക്കുക, അവരുടെ ആ ലീലകളെ കണ്ട് ആസ്വദിക്കുക, അതന്നെയാണ് ഈ പണി എന്നാണ് പറയണത്. അത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും മേൽപ്പത്തൂര് വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് വേറൊരു ചിത്രം കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ ഉണ്ണികൾ ഇങ്ങനെ നടക്കുമ്പോൾ വളരെ കൗതുകം തോന്നുമല്ലോ. അപ്പൊ ഏതെങ്കിലും മുതിർന്ന ആൾക്കാർ ആ ഉണ്ണിയൊന്ന് എടുക്കണം, കെട്ടിപ്പിടിക്കണം, കളിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കണ പോലെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് മുട്ടുകുത്തിയിട്ട് ഒരു ഓട്ടാണെന്നാ. കുറച്ച് ദൂരം അങ്ങോട്ട് ഓടിയിട്ട് പിന്നേക്ക് തിരിഞ്ഞൊരു കള്ള നോട്ടുണ്ടെന്നാ. അപ്പൊ കണ്ടില്ലേ, ഞാൻ ഓടിയെത്തിയത് കണ്ടു, എന്നെ പിടിക്കാൻ കിട്ടിയില്ലല്ലോ എന്നുള്ള മട്ടില് പിന്നേക്ക് തിരിഞ്ഞു നോക്കിയിട്ടൊരു കള്ള നോട്ടാണെന്നാ. ആ നോട്ടം കാണുമ്പോൾ അതിലേറെ കൗതുകം, അതിലേറെ സന്തോഷം, അതിലേറെ ചിരിയും വരികയാണ് ഗോപന്മാർക്ക്.
അത് കഴിഞ്ഞ് ഇങ്ങനെ അപ്പോഴേക്കും അവരും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഓടിയെത്തും. അപ്പോൾ വീണ്ടും മുന്നോട്ട് ഇത്തിരിയും കൂടി ഓടും. അങ്ങനെ എന്നിട്ട് തിരിഞ്ഞു വീണ്ടും നോക്കും. അപ്പം ഇങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നാണ് അറിയുക അമ്മയെ കാണാനില്ല. പിന്നേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരത്തേക്ക് പോകുന്നുള്ളൂ മുട്ടുകുത്തി ഓടിയിട്ട്. അപ്പം അങ്ങനെ ഓടുന്ന സമയത്ത് അമ്മയെ കാണാഞ്ഞപ്പോൾ വീണ്ടും അവിടെ പരിഭവമായി. അമ്മ എവിടെയെന്ന് വിചാരിച്ച് അവിടെ കരയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും അമ്മയ്ക്ക് പറ്റുമോ ഈ ഉണ്ണിയുടെ ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും എന്നെ സാധിക്കണില്ല വിട്ട് നിൽക്കാൻ. അപ്പോൾ അമ്മമാർക്ക് സാധിക്കുമോ? സാധിക്കില്ല. അപ്പോഴേക്കും അമ്മ ഓടി വരണു. അമ്മയെ കാണുമ്പോഴേക്കും ഉണ്ടാവണ ഒരു സന്തോഷം, ആ കണ്ണൊക്കെ അങ്ങോട്ട് കണ്ണിലൊക്കെ ഒരു തിളക്കം വരണു. മുഖം കൊണ്ട് എന്തൊക്കെയാ കാണിക്കണേന്ന് അറിയില്ല. ആ പുഞ്ചിരിച്ചും കൊണ്ട് കളിച്ച് ചിരിച്ചും കൊണ്ട് കൈകൊട്ടി ചിരിച്ചും കൊണ്ട് അങ്ങനെ അവിടെ കിടക്കുകയാണ്. അപ്പം ആ അമ്മ വന്ന് എടുക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ആനന്ദം അത് വേറെയാണ്. എന്നിട്ട് അമ്മ എടുത്തു കഴിഞ്ഞിട്ട് അമ്മ ആ സ്തന്യം കൊടുക്കുന്ന സമയത്ത് ആ യശോദാദേവിയുടെ ഒരു ഭാഗ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഈ ലോകത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്ന ആ ഭഗവാൻ അവിടെ ഉണ്ണിയായി വന്നിട്ട് ആ ഉണ്ണിക്ക് ആ ഭഗവാൻ അവിടെ സ്തന്യം കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള ഒരു വാക്കിന് ഏറ്റവും അധികം സുകൃതി എന്നുള്ള ഒരു പര്യായം അവിടെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് യശോദാ സ്വരൂപം തന്നെയാണ് മനസ്സിലേക്ക് വരിക. അപ്പം അങ്ങനെയുള്ള ആ ദേവി യശോദാദേവി അവിടെ ആ പാല് കൊടുത്തു കഴിഞ്ഞ് തനിക്ക് തൃപ്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു നോട്ടുണ്ട് അമ്മയുടെ മുഖത്തേക്ക്. കണ്ണിലൊക്കെ ഒരു തിളക്കം വന്നിട്ടുണ്ട്, ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ട്. അത് കണ്ട് ആസ്വദിക്കാൻ സാധിക്കണമെന്നാണ് ആ കാണികൾക്ക് എല്ലാവർക്കും. അപ്പം ആലോചിച്ച് നോക്കൂ, ആ അമ്മയുടെ ആയാലും ഉള്ള ഒരു ഭാഗ്യം ചിന്തിച്ച് നോക്കൂന്നാ. അത് കഴിഞ്ഞതാ ഓരോന്ന് പറയണു, മുട്ടുകുത്തി മെല്ലെ മെല്ലെ പിന്നെ നടക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഓരോരോ ലീലകള് ഇവിടെ മേൽപ്പത്തൂര് പറയണത് കൂടാണ്ട് തന്നെ അനേകം ലീലകള് ഇപ്പോൾ മറ്റുള്ള ഭക്തന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളുണ്ട്. കവികൾ തന്നെ എത്ര കഥകളും കവിതകളുമാണ് ഈ ഒരു ബാലലീല എന്നുള്ള ഒരു ഇതിനെ കുറിച്ച് മാത്രം, ഈ ഒരു പ്രകരണത്തിനെ കുറിച്ച് മാത്രം ഓരോരുത്തരുടെ സങ്കല്പം അനുസരിച്ച് ഓരോരുത്തരുടെ കൽപ്പന അനുസരിച്ച് മാറി മാറി എത്ര കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? പറയാറില്ലേ, ആ പശുക്കുട്ടി രാവിലെ ആയി കഴിഞ്ഞാൽ അമ്മ പശുവിന്റെ അകിടിന്റെ അവിടെ പോയിട്ട് പാല് കുടിക്കുകയാണ്. ആ പാല് കുടിക്കുന്ന സമയത്താണ് ഭഗവാൻ മുട്ടുകുത്തി പുറത്തേക്ക് പുറപ്പെടുന്നത്. എന്നിട്ട് ഭഗവാന്റെ ഒരു ഭാവമുണ്ട്, ഈ പാല് എനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള മട്ടില് അവിടെ എത്തിയിട്ട് തൻ്റെ ആ കുഞ്ഞി കൈകളെ കൊണ്ട് 1.5-2 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ പ്രായം. ആ കുഞ്ഞു കൈകളെ കൊണ്ട് ആ പശുക്കുട്ടീനെ തട്ടി നീക്കിയിട്ട് ആ അകിടിന്റെ താഴെ സ്വന്തം മുഖം കൊണ്ടേ വെച്ചിട്ട് പാല് കുടിക്കുകയാണെന്നാ. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, പശുക്കുട്ടിക്ക് അവകാശപ്പെട്ട പാലല്ലേ, അമ്മയുടെ പാല കുട്ടിക്ക് അവകാശപ്പെട്ടതല്ലേ, അപ്പൊ ഭഗവാൻ അങ്ങനെ ചെയ്തത് ശരിയോ എന്നുള്ളൊരു ചിന്ത വേണ്ട. കാരണം ഭഗവാൻ തൃപ്തനായി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ തൃപ്തരായി എന്നാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയില്ലേ, പാഞ്ചാലിയുടെ കഥ അറിയില്ലേ? പണ്ട് ആ പാണ്ഡവന്മാര് വനവാസത്തിലായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ ദുർവാസാവും ശിഷ്യന്മാരും അവിടെ ഭോജനത്തിനായിട്ട് ചെന്നു. അപ്പൊ ചെന്ന സമയത്ത് കഷ്ടകാലത്തിന് ആ സമയത്ത് ഊണ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. പാണ്ഡവന്മാരുടെയും പാഞ്ചാലി ദേവിയുടെയും ഊണ് അപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഉണ്ണണേന് മുൻപ് യുധിഷ്ഠിരരെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പുറത്ത് വന്നിട്ട് അന്വേഷിക്കും എല്ലാവർക്കും, തൊട്ടടുത്തുള്ള ആശ്രമങ്ങളിലെ മുനികൾക്ക് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കിട്ടിയിട്ടില്ലേ, അല്ലെങ്കിൽ അവർ തൃപ്തരല്ലേ എന്നൊക്കെ നോക്കും. വേറെ ആരെങ്കിലും യാചകർ വന്നിട്ടുണ്ടോ, മഹർഷിമാരാരെങ്കിലും വന്നിട്ടുണ്ടോ ഭോജനത്തിനായി കൊണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും തൃപ്തരാണെന്ന് കണ്ടിട്ടാണ് ഇവർ ഭുജിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ അന്ന് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവര് ഊണ് കഴിച്ചതിന് ശേഷമാണ് കഷ്ടകാലത്തിന് ദുർവാസാവ് മഹർഷി വന്നതെന്ന്. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇപ്പം മഹർഷി വന്നിട്ടുണ്ട്, മഹർഷിക്ക് എന്തെങ്കിലും ഭോജനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ അവിടെ ആ ഗൃഹത്തിൽ അവരുടെ കുടിലിൽ എന്തെങ്കിലും ഉണ്ടോ? അതില്ലേനും. അപ്പം ഇനി എന്താ ചെയ്യാന്നുള്ള മട്ടിൽ അവിടെ ദ്രൗപദി ദേവിക്കാണ് ഉത്തരവാദിത്തം എന്നാ. വീട്ടിലെ ആ ഗൃഹസ്ഥയായിട്ടുള്ള ആ സ്ത്രീക്കാണ് അവിടെ അതിഥി വരുന്ന സമയത്ത് വേണ്ട സൽക്കാരങ്ങളുടെ ആ ഉത്തരവാദിത്തം ആ സ്ത്രീക്കാണ്. ഭോജനം കൊടുക്കേണ്ട ഉത്തരവാദിത്തം സ്ത്രീക്കാണെന്ന് പറയുന്നു. അതിഥി സൽക്കാരം രണ്ടുപേരുടെയും, ഗൃഹസ്ഥന്റെയും ആ ഗൃഹസ്ഥയുടെയും ഉത്തരവാദിത്വമാണ്. പക്ഷെ ഭോജനം കൊടുത്ത് അവരെ സൽക്കരിക്കുക എന്നുള്ളത് ആ കുടുംബിനിയുടെ ഉത്തരവാദിത്തമാണ് വരുന്നത്. അപ്പൊ അവിടെ അത് സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ദ്രൗപദി ദേവിക്കാണ് അതിന്റെ തെറ്റ് വരിക. മാത്രമല്ല വന്നിട്ടുള്ളത് ആരാ? ദുർവാസാവ് മഹർഷിയാ. നമുക്കിതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആചാര്യന്മാരെ അവിടെ തമാശയായിട്ട് പറയാറുണ്ട്, കിണ്ടിയും കൊണ്ട് ശപിക്കാൻ നടക്കുന്ന ആളാണെന്ന്. എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അവിടെ ശാപമായി. അപ്പോഴേക്കും ആരാണോ അതിന്
കാരണമാവണത്, പാത്രമാവണത് അവർ നശിക്കാനുള്ള ഒരു കാരണമാവുക ചെയ്യുന്നത്. അപ്പോൾ ദുർവാസാവിന് എല്ലാവർക്കും പേടിയാണ് അദ്ദേഹത്തിന്റെ ക്രോധത്തിന്. ഇപ്പം ഇനി ഇവരെ തൃപ്തരാക്കാണ്ട് വിടുക എങ്ങനെയാ? എന്നാ ഈ ഗൃഹത്തിലാണെങ്കിൽ, കുടിലാണെങ്കിൽ യാതൊന്നും ഇല്ലേനും കൊടുക്കാൻ. അപ്പൊ ഇനി എന്താ ചെയ്യാന്നുള്ള മട്ടിൽ അവിടെ ധർമ്മസങ്കടത്തിലായിന. അപ്പോൾ പാഞ്ചാലിക്ക് ഏത് സമയവും, അതെ നമ്മൾ ആ വസ്ത്രാക്ഷേപത്തിന്റെ ആ ഒരു സന്ദർഭത്തിലും നമുക്കറിയാം, ഏത് സമയവും ദുഃഖം വരണ സമയത്ത് യാതൊരു സംശയവും കൂടാണ്ട് ഭഗവാനെ സ്മരിക്കുന്ന, ഭഗവാനെ ആശ്രയിക്കുന്ന ആളാണ് പാഞ്ചാലി ദേവി. അപ്പോഴും അതേ ഭഗവാനിൽ മനസ്സിൽ വന്നത് എന്താ? കൃഷ്ണ, ഞാൻ ഇനി എന്താ ചെയ്യാന്നുള്ള മട്ടില് കൃഷ്ണ എന്നങ്ങോട്ട് മനസ്സിൽ ചിന്തിക്കലും കൃഷ്ണനും അവിടേക്ക് എത്തിന. അങ്ങനെയാ ഗുരുവായൂരപ്പൻ. ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാ? ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല കണ്ണുകൊണ്ട്. ഇതാ നേരിട്ട് പീതാംബരപ്പട്ട് ഉടുത്ത് തലയിൽ പീലിയൊക്കെ ചൂടി കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുള്ള ആ സ്വരൂപം ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് കണ്ണിന്റെ മുന്നിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഭഗവാന്റെ ആ സാന്നിധ്യം നമ്മൾ അറിയുന്നുള്ളതാണ്. നമുക്ക് എന്താണോ അപ്പോൾ വേണ്ടത് അത് നമുക്ക് വേണ്ടതിലും ഭംഗിയായിട്ട് അപ്പോൾ സാധിക്കുന്നുള്ളതാണ്. അതാണ് അവിടെ കൃഷ്ണ എന്നങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തി കൃഷ്ണൻ. എന്നിട്ട് ചോദിച്ചു, എന്താ പരിഭവം എന്ന് ചോദിച്ചപ്പോൾ ദ്രൗപദി പറഞ്ഞു, ഇങ്ങനെ ഒരു ധർമ്മസങ്കടം ഉണ്ടെന്നാ. ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും വന്നിട്ടുണ്ട്, പക്ഷെ കൊടുക്കാൻ എൻ്റെ അടുത്ത് അന്നമില്ല. അപ്പോൾ ഞാനിനി എന്താ ചെയ്യാന്നുള്ള മട്ടിൽ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഉള്ളിലേക്ക് വന്നു. എന്നിട്ട് അവിടെ നോക്കിയെന്ന്, അവിടെയൊക്കെ തപ്പി പരതി നോക്കിയെന്ന എന്തെങ്കിലും അന്നം ബാക്കിയുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുകയാണ് ഭഗവാൻ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു കലത്തിൻ്റെ ഉള്ളിൽ ഒരു വറ്റ ചോറ് മാത്രം അവിടെ കണ്ടു എന്നാ പറയണത്. അപ്പൊ അത് കണ്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു അത്രേ ദ്രൗപദിയോട്, ഇതുകൊണ്ട് ഇപ്പൊ എല്ലാവരും തൃപ്തരാവണ്ടാവില്ല അല്ലേ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ദ്രൗപദി ചോദിച്ചു, എന്താ ഭഗവാനെ പറയണത്? ഒരു വറ്റ ചോറുകൊണ്ട് ഇപ്പൊ എന്താ ആർക്കാ കൊടുക്കാൻ പറ്റുക? ദുർവാസാവ് മഹർഷിക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാന്നുള്ള മട്ടിൽ ദ്രൗപദി നോക്കിയപ്പോൾ പറഞ്ഞു അത്ര, എന്നാ ശരി ഇത് ഞാൻ കഴിക്കാന്നുള്ള മട്ടിൽ ആ വറ്റെടുത്ത് ഭഗവാൻ അങ്ങോട്ട് സേവിച്ചു എന്നാ. ഭഗവാൻ അത് സേവിക്കലും പുറത്തിരിക്കണ മഹർഷിയും ശിഷ്യന്മാരും എല്ലാവരും തൃപ്തരായും കൊണ്ട് എമ്പക്കം വിട്ടു എന്നാ പറയണത്. അപ്പൊ എന്താ? അപ്പോൾ ദുർവാസാവിന് മനസ്സിലായി എന്നാണ് അകത്ത് കൃഷ്ണൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കൃഷ്ണന്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത്, കൃഷ്ണന്റെ കൂട്ടം എവിടെയാണോ ഉള്ളത്, അവരൊരിക്കലും അപരാധികളല്ല എന്നുള്ള രീതിയിൽ അവർ അനുഗ്രഹിച്ച് അവിടെ നിന്ന് പോയി. തൃപ്തരായും കൊണ്ടാണ് പോണത് എന്നുള്ള മട്ടിൽ അനുഗ്രഹിച്ചും കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ ഈ കഥയുടെ ഉദ്ദേശിച്ചത് താല്പര്യം എന്താന്ന് വെച്ചാൽ ആ ഭഗവാൻ തൃപ്തനാവുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ എല്ലാവരും തൃപ്തരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പശുക്കുട്ടി, അതാണ് അവിടെ പറയുന്നത് അല്ലേ, അവിടെ ഓരോരോ ലീലകളാടുകയാണ് ഭഗവാൻ. ആ പശുക്കുട്ടീനെ തട്ടി നീക്കിയിട്ട് ആ പാലൊക്കെ താൻ കുടിച്ച് തീർക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ളിലേക്ക് വന്നിട്ട് വീണ്ടും അമ്മയുടെ അടുത്ത് പോയിട്ട് സ്തന്യം കുടിക്കുക. ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ ഏത് സമയവും അതെ ആ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. പശുക്കുട്ടിയും തൻ്റെ ഭക്തയാണ്, അതേപോലെ അമ്മ പശുവും തൻ്റെ ഭക്തയാണ്, തൻ്റെ അമ്മയായിട്ടുള്ള യശോദാദേവിയും തൻ്റെ ഭക്തയാണ്. അപ്പൊ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഭാവത്തിലാണ് ഭഗവാന്റെ ഓരോ ലീലകൾ അവിടെ ആടിക്കൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. അതേപോലെ പറയുന്നുണ്ട് ഈ അടുക്കളയിൽ നല്ല എന്തെങ്കിലും വിശേഷമായിട്ട് പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുക. അവിടെ ഓട്ടൂരിന്റെ ആ ഒരു കൽപ്പനയ്ക്ക് അനുസരിച്ച് ഒരു ചിത്രം അവിടെ കാണിച്ചു തരാറുണ്ട്. എന്താ പറയണെന്ന് വെച്ചാൽ മിഠായി നിർമ്മിപ്പതു ദൂരെ നിന്നു മണത്തറിഞ്ഞങ്ങുരമാമണാളൻ അണഞ്ഞു പൊന്നിൻ തളയിട്ട കാൽ കൊണ്ടണിഞ്ഞു മാർഗങ്ങൾ മഹാനസത്തിൽ. അവിടെ അടുക്കളയിൽ എന്തോ മിഠായി ഉണ്ടാക്കുന്നുണ്ട്, എന്തോ മധുരപദാർത്ഥം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മണം ഇങ്ങനെ വരുന്നുണ്ട് ഭഗവാൻ അവിടെ കളിക്കുന്ന സമയത്തെ. അപ്പം അത് കഴിക്കാൻ കുതിച്ചും കൊണ്ട് ഭഗവാൻ ആ മഹാനസത്തിലേക്ക്, അതായത് അടുക്കളയ്ക്ക് ഓടിച്ചെന്നു എന്നാ. അവിടെ ചെന്നപ്പോഴോ തിന്നാൻ കൊതിച്ചെന്നെ വിളിച്ചതെന്തിനാണെന്നു ചോദിച്ചു മഹാനസത്തിൽ ചെന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ചതില്ലെന്ന ഗോപി ചൊൽകെ ഭഗവാൻ കരഞ്ഞു. അവിടെ ഓടിച്ചെന്നിട്ട് അമ്മയുടെ മുന്നിൽ പോയിട്ട് നിന്നിട്ട്, അമ്മ എന്താ ഉണ്ടാക്കണേ? എന്നെ അമ്മ വിളിച്ചോ എന്ന് തോന്നിയില്ലോ എന്നുള്ള മട്ടിലൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചും കൊണ്ട് അവിടെ പോയി നിന്നപ്പോൾ യശോദയ്ക്ക് അറിയില്ലേ ഭഗവാന്റെ കള്ളത്തരം. യശോദയും വിട്ടുകൊടുത്തില്ല, പറഞ്ഞു അത്രേ, ഞാൻ നിന്നെ വിളിക്കൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭഗവാന്റെ മുഖമൊക്കെ ആകെ വാടണു കേടും കൊണ്ട് അവിടെ ആ അമ്മയുടെ മുന്നിൽ നിന്ന് കൊടുക്കണു. ആ ചിരി, ആ ഒരു ഭാവം കാണാൻ വേണ്ടിയിട്ടാണ് യശോദ അത് പറഞ്ഞത് എന്നുള്ള അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങനെ കേഴണ ആ ഭഗവാനെ ഞാൻ തൊഴണു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഓട്ടൂര്. അതേപോലെ തന്നെ വേറൊരു ചിത്രം ഓട്ടൂരിന്റെ തന്നെ പറയുന്നുണ്ട്. അച്ഛൻ
അച്ഛൻ്റെ കാലിൽ ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാ, ഈ ചെറിയ കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് നല്ല ഒബ്സർവേഷൻ ഉണ്ടാവും കേട്ടോ. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, എന്തൊക്കെയാണ് പറയണത്, ഇതൊക്കെ വേഗം പിടിച്ചെടുക്കാൻ പറ്റും കുട്ടികൾക്ക്. അതാണ് പറയുന്നത്, കുട്ടികളുടെ മുന്നിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം, അബദ്ധമൊന്നും പറയാൻ പാടില്ല, നല്ല വാക്കുകളെ പ്രയോഗിക്കാൻ പാടുള്ളൂ, നല്ല രീതിയിലേ പെരുമാറാൻ പാടുള്ളൂ, എപ്പോഴും സ്നേഹത്തോടെ വേണം എന്നൊക്കെ പറയുന്നത്. അതാണ് വേഗം ആ വൈബ് പിടിച്ചെടുക്കാൻ പറ്റും കുട്ടികൾക്ക്. അപ്പോൾ ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ്, തൻ്റെ കാലിലും ഏട്ടൻ്റെ കാലിലും തള ഉണ്ട്, അച്ഛൻ്റെ കാലിൽ തള ഇല്ല. അപ്പോൾ തള ഊരി വെച്ചാൽ ഞാൻ അച്ഛൻ്റെ അത്ര മുതിർന്ന ആളായി, തള ഉള്ളതുകൊണ്ടാണ് ഞാൻ കുട്ടിയായിട്ടിരിക്കുന്നതെന്നാണ് ഭഗവാന്റെ ഭാവം. ഇവിടെ ഓട്ടൂർ പറയുന്നുണ്ട്, തൃക്കാലിലെ പൊൻതളയൂരി വെച്ചാൽ താൻ അച്ഛനോളം വലുതാകുമെന്നായി ഉൾത്താരിൽ ഓർത്തിട്ടതിനമ്മയോടു ശാഠ്യം പിടിക്കും ഭഗവാനു കൂപ്പാം. അപ്പോൾ അച്ഛൻ്റെ അത്ര എനിക്ക് വലുതാവണം, അങ്ങനെയുണ്ടല്ലോ കുട്ടികൾക്ക്, അങ്ങനെയാ വേഗം വലുതാവണം, മുതിർന്ന ആളാവണം. അപ്പോൾ അവർക്കൊരു എന്താണ് അവരുടെ മനസ്സിലെന്ന് വെച്ചാൽ, ഈ മുതിർന്ന ആൾക്കാർക്ക് എന്തോ ഒരു അധികാരം ഉണ്ട് അല്ലേ. അപ്പോൾ അച്ഛൻ അങ്ങനെ ചെയ്യാൻ പറയണു, ഇങ്ങനെ ചെയ്യാൻ പറയണു, അപ്പോൾ ആ അധികാരം തനിക്കും വേണം, അപ്പോൾ തനിക്ക് വേഗം വലുതാവണം. ആ ഒരു മട്ടില് അതിനായിട്ട് ശാഠ്യം പിടിക്കുക എന്നാ. ഈ തള ഊരി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ അത്ര വലിയ ആളായി, അപ്പം അതിന് വേണ്ടിയിട്ട് ഈ തള ഊരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ അമ്മയോട് വാശി പിടിക്കുക എന്നാ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അച്ഛനോളം വലുതായി കഴിഞ്ഞാൽ ഏട്ടൻ്റെ പേരേ പറയുള്ളൂ, പിന്നെ ഇങ്ങോട്ടു വായോ ബലഭദ്ര എന്നാ എന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കുമേട്ടൻ. നോക്കൂ ഭഗവാന്റെ ആ ഒരു ഭാവം നോക്കൂ, എന്താ പറയണേ, ഞാൻ അച്ഛൻ്റെ അത്ര വലുതായി കഴിഞ്ഞാൽ, അതായത് ഈ തള ഊരി വെച്ചാൽ ഞാൻ അച്ഛൻ്റെ അത്ര വലുതായിയല്ലോ, അങ്ങനെ വലുതായി കഴിഞ്ഞാൽ അച്ഛൻ എപ്പോഴും ഏട്ടനെ പേരോണ്ടല്ലേ വിളിക്കുക, അപ്പം ഞാൻ വലുതായി കഴിഞ്ഞാൽ ഞാനും ഏട്ടനെ പേരോണ്ടല്ലേ വിളിക്കുക, അപ്പോൾ ഞാൻ ഏട്ടനെ പേരോണ്ടേ വിളിക്കുള്ളൂ, അപ്പോൾ ഇങ്ങോട്ട് വായോ ബലഭദ്ര എന്നിട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് പറയുമ്പോഴേക്കും എന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കും ഏട്ടൻ എന്നാണ്. നോക്കൂ ഭഗവാന്റെ ഓരോ വിഡ്ഢിത്തരങ്ങൾ എന്നുള്ള മട്ടില് യശോദ മറുപടി പറയാണ്, ഈ വിഡ്ഢി എന്നായി ബലഭദ്രർ കേൾക്കെ യശോദ നിന്നോടുര ചെയ്തുവെങ്കിൽ കേഴുന്നൊരെന്നൽപരസക്കുടുക്കേ തൊഴുന്നു ഞാൻ നീലരസക്കുടുക്കേ. വീണ്ടും അതാ വളരെ ഭംഗിയായിട്ട് ഓട്ടൂർ അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ ഒരു വിഡ്ഢി എന്നുള്ള മട്ടിൽ യശോദ ആ ബലരാമസ്വാമി അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ബലരാമൻ കേട്ടുകൊണ്ട് അത് പറയുമ്പോഴേക്കും ഭഗവാൻ ആകെ അങ്ങോട്ട് മുഖം വാടണു, അൽപ്പരസം വരെയാണ്. അങ്ങനെയുള്ള അൽപ്പരസ കുടുക്കിയായിട്ടുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കണു എന്ന് പറഞ്ഞിട്ട് ഓട്ടൂര് വീണ്ടും പറയണു. അപ്പം ഇങ്ങനെ ഓരോ ലീലകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയെന്നാ. ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഓരോരോ കളികളൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്. പഴം വിറ്റും കൊണ്ട് ഒരു അമ്മ അവിടെ വന്നു എന്നാ, ഗോകുലത്തില് ഈ വ്രജത്തില് പഴം വിറ്റ് നടന്നുകൊണ്ട് വന്നു എന്നാ പറയണേ. അങ്ങനെ വന്ന സമയത്ത് യശോദാദേവി ചോദിച്ചു എന്നാണ്, ഈ ഭഗവാന് നല്ല ഇഷ്ടമാണ്, മാമ്പഴവും കാര്യങ്ങളൊക്കെ ഭഗവാന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ എന്താ വേണ്ടത്, ഇതിന് പകരമായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്ത് തന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ 2 കൊട്ട പഴം ഉണ്ട് ആ അമ്മയുടെ അടുത്ത്. ഒരു കൊട്ട പഴം എടുത്തും കൊണ്ട് അതിന് പകരം ആ കൊട്ടയിൽ നിറച്ച അരിയും ധാന്യങ്ങളൊക്കെ നിറച്ചും കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ആ പണം അല്ലാണ്ട് ഇങ്ങനെയുള്ള രീതിയിലാണല്ലോ അവിടെ സാധനം വാങ്ങുന്നതിനനുസരിച്ചുള്ള മൂല്യം കൊടുക്കണത്. അപ്പോൾ അങ്ങനെ അരിയും ധാന്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോഴാണ് ഭഗവാൻ മുട്ടുകുത്തിയും ഓടിയും കൊണ്ടും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ മാമ്പഴം അങ്ങോട്ട് കണ്ടപ്പോഴേക്കും ഭയങ്കര കൗതുകമായി. അമ്മ ആദ്യം വാങ്ങി വെച്ചിട്ടുള്ളത് ഭഗവാൻ അറിയില്ല. അപ്പോൾ മറ്റേ കൊട്ടയിലെ മാമ്പഴമാണ് ഭഗവാൻ കാണുന്നത്. അവിടെ ആ അമ്മയുടെ അടുത്ത് പോയിട്ട് ആ പഴം വിൽക്കണ ആ സ്ത്രീയുടെ മുന്നിൽ പോയിട്ട് ആ കൊതിയോടുകൂടി അങ്ങനെ പഴത്തിൻ്റെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ആ അമ്മ ചോദിച്ചു ഇത്രേ, വേണോ മാമ്പഴം വേണോ ഉണ്ണിക്കാൻ ചോദിച്ചു അത്രേ. അപ്പോൾ വേണം എന്നുള്ള മട്ടിൽ ഇങ്ങനെ കാണിച്ചു എന്നാ. അപ്പോൾ കാണിച്ചപ്പോൾ അതിന് പകരം എനിക്ക് അരി വേണമല്ലോ എന്ന് പറഞ്ഞു ഇത്രേ കളിയായിട്ട്. എന്നാൽ ഞാൻ അരി കൊണ്ടുവരാന്നുള്ള മട്ടിൽ വേഗം ഓടിപ്പോയി എന്നാണ് ഗൃഹത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് 2 വയസ്സായ ഉണ്ണിയാണ്. ആലോചിക്കണം, എത്ര അരി കയ്യിൽ കൊള്ളുന്ന ആലോചിച്ച് നോക്കുക നമ്മൾ. എന്തായാലും തൻ്റെ കയ്യിൽ കൊള്ളണ ഭാഗത്തിനെ അവിടെ എടുത്തു കൊണ്ടുവന്നിട്ട് ആ ഓടി വരുന്ന സമയത്ത് തന്നെ ആ വഴി കൂടെ മുഴുവൻ അത് കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ഓടി കളിച്ചും കൊണ്ടുള്ള ഈ കളിയൊക്കെ കാരണം വേർത്തിട്ടുണ്ട് നല്ലോണം ദേഹം. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിച്ച് നിൽക്കണ ഒരു 2-3 മണി അരിയുണ്ട്. അത്
താൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള മട്ടിൽ ആ കൊട്ടയിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുത്തും കൊണ്ട് എന്നിട്ട് ആ മാമ്പഴം എനിക്ക് തരൂ എന്നുള്ള മട്ടിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ കളി അങ്ങോട്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി, കൗതുകം തോന്നി ആ അമ്മയ്ക്ക്, ആ പഴം വിൽക്കണ ആ സ്ത്രീക്ക്. അപ്പോൾ എന്ത് ചെയ്തു, 2 മാമ്പഴം ആണ് ഭഗവാൻ ചോദിച്ച് കൈ നീട്ടിയത്. ആ അമ്മ എന്ത് ചെയ്തു വെച്ചാൽ ആ കൊട്ടയിലുണ്ടായിരുന്ന മാമ്പഴം മുഴുവൻ ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു എന്നാ. അത്രയും സന്തോഷമായി, അത്രയും നിഷ്കളങ്കമായിട്ട് സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ഭഗവാൻ ആ മാമ്പഴം മുഴുവൻ അങ്ങോട്ട് കൊടുത്തു എന്നാ. അത് മുഴുവൻ അങ്ങോട്ട് കിട്ടിയപ്പോൾ ഭഗവാൻ ഉണ്ടായിട്ടുണ്ട് ഒരു ആനന്ദം എന്നാ. ഭഗവാൻ അങ്ങോട്ട് ആനന്ദിച്ചതോ അതിന്റെ ഫലം അപ്പൊ തന്നെ കണ്ടു എന്നാ. ഈ കൊടുത്തിട്ടുള്ള മാമ്പഴത്തിന് പകരം ആ കൊട്ടയിൽ ഇപ്പോൾ 2 മണി അരി മാത്രമാണുള്ളത്. ഭഗവാന്റെ കൈ കുടഞ്ഞിട്ടുള്ള ആ 2 മണി അരി അതെടുത്തും കൊണ്ട് ആ അമ്മ സന്തോഷത്തോടു കൂടി അവിടുന്ന് തൻ്റെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ഗൃഹത്തിന്റെ അവിടെ എത്താനായപ്പോഴേക്കും ഭയങ്കര ഭാരമാണെന്നാണ് ഈ കൊട്ടയ്ക്ക്. അപ്പോൾ ഇത് എന്താ, ഇതിങ്ങനെ ഇത് എന്താ അതിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള മട്ടിൽ ബുദ്ധിമുട്ടി താഴേക്ക് ഇറക്കി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ആ വില മതിക്കാനാവാത്തത്ര രത്നങ്ങളും എന്താ ദിവ്യമായിട്ടുള്ള ആ കല്ല് കാര്യങ്ങളൊക്കെയാണ് അതിൽ കണ്ടത് എന്നാ പറയുന്നത്. അപ്പൊ എന്താ, ഭഗവാൻ അവിടെ സന്തോഷിച്ചു എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് അല്ലേ. ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കിക്കോളൂ, ലക്ഷ്മി ദേവി ആരാണോ ഭഗവാന് സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ കൂടെ ലക്ഷ്മി ദേവി പുറപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താ, മേൽപ്പത്തൂർ തന്നെ 2ാമത്തെ ദശകത്തിൽ പറയുന്നുണ്ട്, തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാപലബലാത് ചാപല്യവാർത്തോദഭൂത്. എന്താ, ഭഗവാൻ എവിടെയാണോ ഉള്ളത് കൂടെ ലക്ഷ്മി ദേവി ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാലോ, കാരണം ഭഗവാന്റെ പത്നിയാണ്. അപ്പോൾ ഭഗവാൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുക. ഈ വിഡ്ഢികളായിട്ടുള്ള മനുഷ്യന്മാരെന്താ ലക്ഷ്മിയുടെ പിന്നാലെയാണ് ഓടുന്നത്, പണത്തിന്റെ പിന്നാലെയാണ് ഓടുന്നത്. പക്ഷെ പണത്തിനെ കുറിച്ച് നമുക്ക് തന്നെ അറിയാം, നമ്മൾ പറയാറുണ്ട് അല്ലേ, സമ്പത്ത് വരും പോവും, അതെവിടെയും ചപലാണ്. ലക്ഷ്മി എന്ന് പറയുന്നത് ചപലാണ്, ഒരു സ്ഥാനത്ത് ഒരുപാട് കാലം നിൽക്കില്ല. അങ്ങനെയുള്ള സമ്പത്തിന്റെ പിന്നിൽ ഓടാതെ മൂഢനായ മനുഷ്യ ആ ലക്ഷ്മിയുടെ പതിയായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കുന്ന. കാരണം ഭഗവാനെ ആശ്രയിച്ച് ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മിയെ വേറെ ആരാധിക്കുക പിന്നാലെ പോവേണ്ട ആവശ്യമില്ല. ലക്ഷ്മി തന്നെ ഇങ്ങോട്ട് പോരുന്ന. ലക്ഷ്മി ഭഗവാൻ എവിടെയാണോ സന്തോഷിക്കുന്നത് അവിടെയാണ് ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത്, ഐശ്വര്യം ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ ഉണ്ടായത്. ആ ഭഗവാന് നിഷ്കളങ്കമായ സ്നേഹത്തോടു കൂടി യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മാമ്പഴം മുഴുവൻ ആ ഭഗവാന് കൊടുത്തപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു. ഭഗവാൻ സന്തോഷിച്ചപ്പോഴേക്കും ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ദേവി ആ അമ്മയുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിക്കുക, വീണ്ടും ആ ഭക്തിയുടെ മഹാത്മ്യാണ്. നിഷ്കളങ്കമായിട്ട് ഭഗവാനെ സ്നേഹിക്കുക. അപ്പം നമ്മൾ വേറെയുള്ള കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും നമ്മൾക്ക് ചിന്താകുലരാവേണ്ട ആവശ്യമില്ല എന്നാ. ഇത് ഭഗവാൻ നോക്കിക്കോളും. ഭഗവാന്റെ ആ ഒരു ആരാധന, ഭഗവാനെ സേവിക്കുക, സദാസമയവും ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവിടെ വ്യാകുലരാവേണ്ട കാര്യമില്ല എന്നും കൂടി ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ ലീലകൾ ഇങ്ങനെ ആടിക്കൊണ്ട് പറഞ്ഞില്ലേ, ഇപ്പൊ മുട്ടുകുത്തി മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓടുമ്പോഴേക്കും ഇപ്പോൾ യശോദാഗ്രഹത്തിൽ മാത്രമല്ല, അപ്പോൾ പുറത്തുള്ള എല്ലായിടത്തേക്കും എത്താൻ തുടങ്ങിയെന്നാ. ഓരോരോ ഗൃഹത്തിലേക്കൊക്കെ ചെല്ലും. എന്നിട്ട് എന്താ, അവിടെയൊക്കെയുള്ള വെണ്ണയും പാലും ഒക്കെ ചിലപ്പോൾ ചോദിച്ച് വാങ്ങണേക്കാളും കട്ട് തിന്നാൻ പതിവുന്ന. ചോദിച്ച് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ നല്ല കൗതുകമാണ് ഭഗവാനെ കാണാനും ഭഗവാന്റെ ലീലകൾ കാണാനും ഒക്കെ. അപ്പോൾ ഭഗവാൻ നന്നായിട്ട് നൃത്തം വെക്കുന്ന പറയണത്. ഭഗവാൻ നന്നായിട്ട് നൃത്തമാടുന്ന ആ ഒരു സമ്പ്രദായം. അപ്പോൾ ഭഗവാനെ കൊണ്ട് നൃത്തം ആടിപ്പിക്കുക എന്നുള്ളത് ഈ ഗോപികമാർക്കും അതേ വലിയ കൗതുകം. അപ്പോൾ ഭഗവാനോട് പറയുന്ന, നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. അപ്പോൾ വെണ്ണ കൊതിച്ചിട്ടാണ് ചെന്നിട്ടുള്ളത്. അതിന് പകരം താൻ നൃത്തം വെച്ചു കൊടുക്കാന്നുള്ള രീതിയിലാണ് ചെന്നിട്ടുള്ളത്. പക്ഷേ അപ്പോൾ ഭഗവാൻ എന്താ, തനിക്ക് ആദ്യം വെണ്ണ വേണം. അതിനു വേണ്ടിയിട്ട് എന്താ പറയണത്, നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ, നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. എന്താ,
എൻ്റെ കാലുകളൊക്കെ വേദനിക്കുന്നുണ്ട്, ഞാൻ വിശന്ന് വലഞ്ഞിരിക്കുകയാണേ, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ എങ്ങനെയാണ് ഞാൻ നൃത്തം വെക്കുക എന്നുള്ള ഭാവത്തിൽ ആ കള്ളത്തരം കാണിച്ചുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയാണ്, നൃത്തമാടൂ കണ്ണ, നടനമാടൂ കൃഷ്ണ, എന്താ വെണ്ണ തരാം ഗോപാല, നീ നൃത്തം ആടിയാ മതി, ഞങ്ങൾ നിനക്ക് വെണ്ണ തരാന്നുള്ള മട്ടില്, അപ്പം നിന്റെ ക്ഷീണമൊക്കെ മാറില്ലേ എന്നുള്ള മട്ടില് പറയുമ്പോൾ അപ്പം ഭഗവാനും വിട്ടുകൊടുത്തില്ല എന്നാ. കുസൃതിയാണേ. എന്താ പറയണത്? വെണ്ണയെ നീക്കിഹ ആദ്യമായി നൽകേണം, വെണ്ണയെ നീക്കിഹ ആദ്യമായി നൽകേണം, തന്നിടുക വെണ്ണ വേഗം സഖികളെ. അങ്ങനെ വെണ്ണ പിന്നെ തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെണ്ണ എനിക്ക് ആദ്യം തരും, അങ്ങനെയാണെങ്കിൽ ഞാൻ നൃത്തം ആടി കാണിച്ചു തരാമെന്നാ. അപ്പോൾ ഭഗവാനോട് പറയുന്നുണ്ട്, ശരി ആയിക്കോട്ടെ, നീ ആദ്യം വെണ്ണ കഴിച്ചോളൂ എന്നുള്ള മട്ടില് വേണ്ടത്ര വെണ്ണ കൊടുക്കണമെന്നാ. അത് കഴിഞ്ഞ് വീണ്ടും പറയാണ്, നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം, നീ വേണോ? വെണ്ണ തരാം ഗോപാല. അപ്പോൾ ഭഗവാൻ തൃപ്തനായിന്നാ. വെണ്ണയൊക്കെ കഴിച്ചപ്പോൾ ഭഗവാന് തൃപ്തിയായി. അപ്പോൾ പറഞ്ഞു അത്രേ, വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു. ഭഗവാന്റെ ഓരോ നാട്യേ. വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു, പാടൂ സഖികളെ നൃത്തം ഞാൻ വെക്കുന്നു. അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ മേൽപ്പത്തൂരി ഈ കഥ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ, വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ ലീലകൾ ആടുക. അവർക്ക് ഭഗവാൻ അറിയാം താൻ നൃത്തം വെക്കുന്നത് ആ ഗോപികമാർക്ക് ഭയങ്കര കൗതുകമാണെന്ന്. അപ്പോൾ അത് വെറുതെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് തനിക്ക് നഷ്ടമല്ലേ, അതിന് പകരം എനിക്ക് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ആ വെണ്ണ കൊതിയനായിട്ടുള്ള ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക് വെണ്ണ തരികയാണെങ്കിൽ ഞാൻ നൃത്തം ആടിത്തരാന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഒരു ലീല അവിടെ സൂചിപ്പിക്കുന്നു. പക്ഷെ അധികവും കട്ട് തന്നെയാണ് കേട്ടോ പതിവ്. അധികവും ഭഗവാൻ ചോദിച്ച് വാങ്ങണ ആ ഒരു സമ്പ്രദായം ഇവിടെ വേണ്ട എന്നുള്ള മട്ടിലാണ്. മേൽപ്പത്തൂര് പറയുന്നുണ്ട്, എന്താ, താൻ മഹാബലിയുടെ മുൻപിൽ പണ്ട് യാചിക്കുകയുണ്ടായി. അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ആരുടെയും മുന്നിൽ പോയിട്ട് യാചിക്കാൻ പോകില്ല, പ്രത്യേകിച്ച് ഗോപസ്ത്രീകൾ, അവരുടെ മുന്നിൽ ഞാൻ യാചിക്കാൻ ഉദ്ദേശിക്കണില്ല, അവരുടെ അടുത്തുനിന്ന് കട്ട് തിന്നേനെയാണ് എനിക്കിഷ്ടം എന്നുള്ള മട്ടില് ഭഗവാൻ അങ്ങനെ ഓരോ ലീലകൾ ആടുന്നു. അനേകം കഥകൾ നമുക്ക് തന്നെ അറിയാമല്ലോ. ഭഗവാൻ അവിടെ ഓരോ ഗൃഹത്തിലും ചെന്ന് കൂട്ടുകാരുടെ കൂടെ, ഏട്ടൻ്റെ കൂടെ ആരെയാണ് ഏൽപ്പിക്കുന്നത്? യശോദാദേവി ആ ജ്യേഷ്ഠൻ എന്നുള്ള ഭാവത്തിൽ ബലരാമസ്വാമിയാണ് ഏൽപ്പിക്കുന്നത്. കണ്ണൻ വികൃതി കാണിക്കാതെ നോക്കണം കേട്ടോ രാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയക്കുന്നത്. പക്ഷേ ഈ യശോദാദേവിക്ക് പാവത്തിന് അറിയോ, ഈ രാമൻ തന്നെ ഭഗവാൻ അധീനനാണ്. ബലഭദ്രസ്വാമി എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കും? ആദിശേഷന്റെ ആ സ്വരൂപമാണ് അല്ലെ, ആദിശേഷന്റെ അവതാരമാണ് ബലരാമൻ. അപ്പോൾ ബലരാമൻ ശരിക്കും ഭഗവാൻ അധീനനാണ്, ഭഗവാന്റെ ദാസനാണെന്ന് പാവം യശോദയ്ക്ക് അറിയോ ഇല്ല. അപ്പോൾ ഈ ബലരാമനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ബലരാമൻ ഉണ്ടോ ഭഗവാന്റെ വികൃതിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണോ? നമുക്ക് ആർക്കെങ്കിലും പറ്റാറുണ്ടോ? ഭഗവാൻ ലീലകൾ ആടുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ഭഗവാനെ തടയാൻ പറ്റാറുണ്ടോ? അതേപോലെ തന്നെയാണ് ബലരാമസ്വാമി. അദ്ദേഹം അതൊക്കെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ അതിന് കൂടെ എന്തെങ്കിലും സഹായം ചെയ്യാന്നല്ലാണ്ടേ. ബലരാമസ്വാമി ഏൽപ്പിച്ചിട്ടുള്ളത് ബലരാമസ്വാമി ആണെങ്കിലും ബലരാമൻ അത്രേ അവിടെ ചെയ്യാൻ സാധിക്കണുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഓരോരോ ഗൃഹത്തിൽ ചെല്ലും. ആ ഉറിയും കലമൊക്കെ വെച്ചിട്ടുള്ള, ആ വെണ്ണയൊക്കെ വെച്ചിട്ടുള്ള, പാലും ഇതൊക്കെ വെച്ചിട്ടുള്ള ആ കലങ്ങളൊക്കെ കൂട്ടുകാരുടെ കൂടെ ചെല്ലും. എന്നിട്ട് അതൊക്കെ ഉടച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെണ്ണയും പാലും മോരും ഒക്കെ എടുത്ത് കഴിക്കും. എന്നിട്ട് ആ കൂടെ ഉണ്ടായിരുന്ന, അപ്പോൾ ഈ കൂടെ കൂടുന്ന ഈ പൂച്ചകളും കുരങ്ങന്മാരൊക്കെ കൂടെ കൂടുന്ന എല്ലാവരും ഭഗവാന്റെ ശരിക്കും ദാസന്മാരാണല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവികളും ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഭഗവാനെ സേവിക്കാൻ വേണ്ടി കൂടെ കൂടുന്ന, അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വിഭജിച്ച് കൊടുക്കുന്ന ഈ താൻ കട്ട് തിന്നണ ഈ വെണ്ണ എല്ലാവർക്കും എത്തണം, പ്രസാദം എല്ലാവർക്കും എത്തണം എന്നുള്ള ഭാവത്തിൽ എല്ലാവർക്കും അവിടെ വിഭജിച്ചു കൊടുക്കുന്ന. അതേപോലെ ഇങ്ങനെ കക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി, ഇപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടായി, ഗോപികമാർക്കൊക്കെ ബുദ്ധിമുട്ടായി. കാര്യം കാണുമ്പോൾ നല്ല കൗതുകമാണ്, എല്ലാവരും ആഗ്രഹിക്കണമുണ്ടെന്നാ. ആചാര്യന്മാർ പറയും, സാധാരണ നമ്മൾ വീട്ടിലൊന്നും കള്ളം കയറരുതേ എന്നാണ് വിചാരിക്കുക. കാരണം നമുക്ക് അത്രയും മൂല്യം ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വരണ നഷ്ടം, അപ്പോൾ കള്ളം കയറരുതേ എന്നാണ് വിചാരിക്കുക. പക്ഷെ ഗോകുലത്തിൽ അങ്ങനെയല്ല. ഇന്ന് എൻ്റെ വീട്ടിൽ കള്ളം കയറണേ, ഭഗവാൻ കയറണേ, ഭഗവാൻ കക്കാൻ വരണേ എന്നുള്ള മട്ടിൽ ഭഗവാന്റെ വരവ് കാത്തു നിൽക്കണ രീതിയാണ് ഗോകുലത്തിൽ കണ്ടിരുന്നത് എന്നാ. കാരണം
ഇന്ന് അപ്പുറത്തെ ഗ്രഹത്തിൽ ഭഗവാൻ കക്കാൻ കയറിയെന്ന് കേട്ടു, ഇന്ന് എൻ്റെ ഗ്രഹത്തിൽ കയറുമാവോ, അങ്ങനെ കാത്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ ലീലകള് അത് കാണാനുള്ള കൗതുകത്തില് എൻ്റെ വീട്ടിലും ഭഗവാൻ കയറണേ, എൻ്റെ വീട്ടിലും ഭഗവാൻ കക്കണേ എന്നുള്ള രീതിയിൽ കാത്തു നിൽക്കുന്നതാണ് ആചാര്യന്മാര് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കാം, അത്ര സ്നേഹാണെന്നേ. ഇത്രയൊക്കെ ശകാരിക്കുകയും ദേഷ്യം വരെയും വെണ്ണ കക്കുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഭഗവാൻ വരിക എന്ന് പറഞ്ഞാൽ ആനന്ദ ഉത്സവമാണ് ഗോപസ്ത്രീകൾക്ക്. പക്ഷേ ഈ ഭഗവാൻ ഇങ്ങനെ വെണ്ണ കട്ട് കൊണ്ടുപോകുമ്പോ എന്താ, ആ കംസന് കപ്പം കൊടുക്കാനുള്ളതാണല്ലേ, അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കംസന് കപ്പം കൊടുക്കാനുള്ളത്, ദുഷ്ടനായിട്ടുള്ള കംസന്. ഭഗവാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള സാധനം ഉണ്ടാവില്ല. അപ്പൊ ഇനി ആ ഭഗവാൻ അത് കിട്ടാത്ത രീതിയിൽ മുകളിൽ കെട്ടിവെക്കുന്ന പറയണത്, ഉറിയിലൊക്കെ കെട്ടിവെക്കുന്ന പറയണത് ഈ വെണ്ണയൊക്കെ. അപ്പോൾ നമുക്കറിയാം പ്രസിദ്ധമായിട്ട് ഉറിയടി എന്നുള്ള സമ്പ്രദായം അപ്പോഴാണ് തുടങ്ങിയത്. കൂട്ടുകാരുടെ ഒക്കെ കൂടെ നിന്നിട്ട് ഒരാളുടെ മുകളിൽ ഒരാൾ കയറി നിന്ന്, നമുക്കറിയില്ലേ എന്ന് നമ്മൾ ഗോകുലാഷ്ടമിക്ക് ഈ ഉത്തരേന്ത്യൻ ഭാഗത്തൊക്കെ കാണാറുണ്ട്. അത്രയൊന്നും അപകടകരമായിട്ടുള്ള രീതിയിലല്ല കേട്ടോ ഭഗവാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ 4-5 കൂട്ടുകാരുണ്ടാവും, അവര് ഒന്നിന്റെ മുകളിൽ ഒന്ന് ഒരു വട്ടത്തിൽ ഇങ്ങനെ നിന്ന് ആ ഭഗവാന് മുകളിലേക്ക് കയറാൻ പാകത്തിന് അവരുടെ ഒരു കോണി ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ അതിന്റെ ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് അവിടെ നിന്നിട്ട് ആ വെണ്ണയൊക്കെ ഉടച്ചതിന് ശേഷം കഴിക്കുകയാണെന്ന്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറ്റി വീഴും. അത് ആദ്യം ഭഗവാന് കിട്ടും, പിന്നെ ഭഗവാൻ തന്റെ കൈക്ക് വരുന്നത് താഴെയുള്ള തന്റെ ഭക്തന്മാർക്ക് അവിടെ പ്രസാദ വിതരണം അതൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണെന്നാ. അങ്ങനെ ഓരോരോ വീട്ടില് അങ്ങനെയുള്ള മോഷണം തുടങ്ങിയെന്നാ. പിന്നെ അപ്പൊ അതിൽ തന്നെ ഒരു കഥ പറയാറുണ്ട്. ഇങ്ങനെ ഒരു ഗോപസ്ത്രീയുടെ വീട്ടില് കയറിയെന്നാണ്. ആ ഗോപസ്ത്രീ ഉറിയിൽ കെട്ടിവെച്ചതായിരുന്നു മുകളിൽ, ഈ കള്ളന്മാരുടെ ശല്യം കാരണേ. അപ്പൊ അങ്ങനെ മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ച സമയത്ത് ഈ പറഞ്ഞ കൂട്ടത്തില് ഒരാളുടെ മുകളിൽ ഒരാൾ നിന്നിട്ട് ഏറ്റവും മുകളിൽ ഭഗവാൻ കയറിയിട്ട് ആ പാലിന്റെ കലം ഉടച്ചിട്ട് പാല് കുടിക്കാൻ തുടങ്ങിയ. ഇങ്ങനെ പാല് കുടിച്ച് തന്റെ വായലിക്ക് അങ്ങോട്ട് പാല് ഇറക്കിയിട്ടില്ല കേട്ടോ, ആ പാല് വായലിക്ക് അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും വാതിലിൽ അവിടുന്ന് ശബ്ദം കേട്ടു, ആ ഗോപസ്ത്രീ വരുന്നുണ്ട്, ആ ഗോപിക വരുന്നുണ്ട്. അപ്പൊ താഴെ നിന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പേടിയായിന്ന. അപ്പൊ എല്ലാവരും പേടിച്ചിട്ട് ഓടിയെന്നാണ്. ഓടിയ സമയത്ത് ഇപ്പൊ ആ ഗോപസ്ത്രീ ഉള്ളിലേക്ക് വന്ന സമയത്ത് എന്താ കാണുന്നത്, ഭഗവാൻ മാത്രം അതിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോ ഗോപസ്ത്രീക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കാണുന്നില്ല, അവർക്ക് കണ്ണന് തിമിരത്തിന്റെ എന്തോ പ്രശ്നമുണ്ട് കണ്ണനെ. അപ്പൊ ഇങ്ങനെ കണ്ണാ നീയാണല്ലേ, എനിക്കറിയാം, നീ അല്ലാണ്ട് വേറെ ആരാ മോഷ്ടിക്കാൻ വരണമെന്നുള്ള ഭാവത്തില് ശകാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോ ഭഗവാൻ ഇപ്പൊ രക്ഷപ്പെടാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ. അപ്പൊ മനസ്സിലേക്ക് ആദ്യം വന്ന ബുദ്ധി അതങ്ങോട്ട് ചെയ്തു. വായല് നിറച്ച് പാലാണല്ലോ, ഒറ്റ തുപ്പ് അങ്ങോട്ട് വെച്ചു കൊടുത്തു മുഖത്തേക്ക് ഗോപികയുടെ. എന്നിട്ട് ഒരു ചാട്ടം ചാടി അവിടുന്ന്, എന്നിട്ട് അവിടുന്ന് ഓടിപ്പോയിന്ന. അപ്പൊ ഗോപികയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ടുണ്ട്. ഈ പാലൊക്കെ അങ്ങോട്ട് തുടച്ചു മാറ്റി ഭഗവാനെ പിടിക്കാന്നുള്ള മട്ടില് മുഖമൊക്കെ കഴുകി അങ്ങോട്ട് വന്നപ്പോഴേക്കും കണ്ണ് തുറന്നപ്പോ കണ്ണിന്റെ തിമിരൊക്കെ ആകെ ഭേദമായിട്ടുണ്ടെന്നാ. ആ തിമിരത്തിന്റെ ആ ഒരു അസുഖമുള്ള ഗോപികയായിരുന്നു അത്. പക്ഷെ ആ ഭഗവാന്റെ അങ്ങനെയുള്ള ഒരു ലീലയുടെ പാത്രമായപ്പോഴേക്കും ആ കണ്ണിന്റെ തിമിരൊക്കെ നിശേഷം മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ ഓരോ ലീല ആടുമ്പോഴും ഒരു അർത്ഥത്തിൽ അത് അനുഗ്രഹമാണ്. നമുക്ക് ചിലപ്പോൾ അത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഭഗവാനിലെ ആ മനസ്സ് സമർപ്പിച്ചിട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പിന്നിൽ ഭഗവാൻ ഉദ്ദേശിച്ചിരുന്ന നന്മ എന്താണോ അത് നമുക്ക് കാണാൻ സാധിക്കുന്നു കൂടി മനസ്സിലാക്കുക. അങ്ങനെ ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അനേകം കഥകൾ പറയാനുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ കുറെ നേരമായി തോന്നുന്നു, പക്ഷെ പറഞ്ഞാൽ നമുക്ക് മതിയാവുകയില്ല. കാരണം ഭഗവാന്റെ ലീലകൾ അങ്ങനെയാണ്. അതേപോലെ തന്നെ ഒരു കഥയിൽ പറയുന്നുണ്ട്, ഒരു ദിവസം ആ യശോദാദേവി രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഉണ്ണികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന, ഉറങ്ങാൻ വേണ്ടിയിട്ട് കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് രാമായണമാണ് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നും ഇങ്ങനെ കുറേശ്ശെ പറഞ്ഞു വെക്കും. ആദ്യം അയോധ്യയില് രാമനും അനുജന്മാരും ജനിച്ച കഥ പറഞ്ഞു, അത് കഴിഞ്ഞ് വിശ്വാമിത്രൻ വന്ന് കൊണ്ടുപോയി, അത് കഴിഞ്ഞ് സീതയെ വിവാഹം കഴിച്ച കഥ പറഞ്ഞു, അങ്ങനെ പിന്നെ വനവാസത്തിന്റെ കഥ പറയണു. അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്താണ് ഇന്ന് പറയുന്ന കഥ എന്താന്ന് വെച്ചാൽ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയ കഥയാണ്. അപ്പോൾ പൂന്താനം വളരെ ഭംഗിയായിട്ട് പറയണു, നാളീകലോചനുറക്കുവരാഞ്ഞശോദ നാരായണന്റെ ചരിതം കഥ ചൊല്ലുമപ്പോൾ സീതാം ഹരിച്ചു ദശകന്ധരനെന്നു കേട്ടിട്ടാലോകനാഥൻ ഹി ലക്ഷ്മണ എന്നുരച്ചു. എന്താ രാമായണ കഥയാണ്. രാവണൻ സീതയെ അപഹരിച്ചിട്ടുള്ള ഭാഗമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഉറങ്ങിന്നിങ്ങനെ ആ മുകളിലുണ്ടല്ലോ, നമ്മളറിയില്ലേ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണ്, കുട്ടികൾ ഇങ്ങനെ മൂളണ വരെയാണ് കഥ നമ്മൾ പറയുക. കാരണം അവർ മൂളുന്തോളും നമുക്കറിയാം അവരെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ പറയും ഓരോ വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ മൂളണട്ടോ എന്ന് പറയും.
അങ്ങനെ ഭഗവാൻ ഇങ്ങനെ മൂളിയും കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഉറങ്ങിയിട്ടില്ല. അപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത്, ദശകന്ധരൻ രാവണൻ സീതയെ അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയി, കൈക്ക് പിടിച്ച് കട്ടുകൊണ്ടുപോകാൻ അവിടെ പുറപ്പെട്ടു എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ഹേ ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഭഗവാൻ അങ്ങോട്ട് ഉണർന്നു എന്നാ. കാരണം എന്താ, തൊട്ടടുത്ത് കിടക്കുന്നത് ലക്ഷ്മണനാണേ, ബലഭദ്രസ്വാമിയാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പൊ ഹേ ലക്ഷ്മണ, പെട്ടെന്ന് ആ ക്യാരക്ടറിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി പാവും. ആ കൃഷ്ണനായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും തന്റെ ആ രാമാവതാരത്തിലെ ആ സ്മരണ ഉണ്ടായി ആ കഥ കേട്ടപ്പോ. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മണ എന്ന് വിളിച്ചുകൊണ്ട് ബലഭദ്രസ്വാമിയുടെ നേർക്ക് അങ്ങോട്ട് തട്ടി വിളിക്കുന്ന രീതിയിൽ ഒരു റിയാക്ഷനാണ് ഭഗവാന്റെ അവിടെ ഉണ്ടായത്. അങ്ങനെ ആചാര്യന്മാരൊരു കഥ അവിടെ അവരുടെ കൽപ്പനയ്ക്കനുസരിച്ച് പറയുന്നു. പൂന്താനം വളരെ ഭംഗിയായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതേപോലെ പറയുന്നുണ്ട്, എന്താ അമ്പിളി മാമനെ കാണണം. ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഊണ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാ നമ്മൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി രാത്രിയത്തെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അമ്പിളിമാമനെയൊക്കെ കാണിച്ചു കൊടുത്ത് അമ്പിളിമാമന്റെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയല്ലേ ഭക്ഷണം കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം യശോദ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഉണ്ണിക്ക് ഭയങ്കര കൗതുകമായിന. ആ അമ്പിളിമാമൻ എൻ്റെ കയ്യിൽ കിട്ടുമോ എന്ന് ചോദിച്ചു അത്രേ. കുട്ടികൾ ചോദിക്കില്ലേ സാധാരണ. അപ്പൊ ആ അമ്പിളിമാമൻ എൻ്റെ കയ്യിൽ കിട്ടുമോ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ യശോദ സാധാരണ അമ്മമാര് പറയണ പോലെ പറഞ്ഞു, എങ്ങനെയാ ഉണ്ണി, അമ്പിളിമാമൻ കൈക്ക് വരില്ല കേട്ടോ, അമ്പിളിമാമൻ കുറെ ദൂരെയല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ അവിടെ ഭഗവാൻ പറഞ്ഞു, എന്നാ ഞാൻ വിളിച്ചാ വരൂ കേട്ടോ എന്നുള്ള രീതിയിൽ ഭഗവാൻ കൈ ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുത്തു എന്നാ. മാനത്തമ്മാമനെ കണ്ട മൃദു പൊഴിയുമ കണ്ണനുണ്ണിക്കു ചിത്തേ മാനത്തെ കൈ വളർപ്പാൻ അമൃത കിരണനും മെല്ലെ മേലിന്നിറങ്ങി മാനിച്ചമ്മയ്ക്കു കാട്ടി പ്രമദ പരവശാൽ രണ്ടു കൈ കൊണ്ടു മന്ദം മാനത്തേക്കങ്ങയച്ചീടിന തൊഴിലൊരു നാൾ കാൺമതിൻ ഭാഗ്യമുണ്ടോ. എന്താ ഇങ്ങനെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരും എന്നുള്ള മട്ടിൽ കൈ ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുത്തപ്പോ ആരാണ്, ചന്ദ്രൻ ആരുടെ അധീനനാണ്? ചന്ദ്രനും അതെ ആ ഭഗവാൻ അധീനനാണല്ലേ. ഭഗവാൻ ഇങ്ങനെ കൈ നീട്ടി വരാനുള്ള ഭാവത്തിൽ കാണിച്ചപ്പോഴേക്കും ആ ചന്ദ്രൻ സാക്ഷാൽ ആകാശത്ത് നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്ന് കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ തന്റെ രണ്ട് കൈയിലും ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തു എന്നാ. അമ്മ അവിടെ ആകെ ആശ്ചര്യപരവശയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ താൻ കാണുക എന്നുള്ള മട്ടില് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കള്ളച്ചിരിയും ചിരിച്ചും കൊണ്ട് തിരിച്ചാ ചന്ദ്രനെ ആകാശത്തേക്ക് തന്നെ അയച്ചു എന്നാ. എന്നിട്ട് വീണ്ടും ആ അമ്മ ആകെ ഇങ്ങനെ സ്തബ്ധയായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ എനിക്ക് വിശക്കണു, ചോറ് തരൂ എന്നുള്ള മട്ടില് അമ്മയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പൊ ആ ഒരു നിമിഷത്തിൽ അമ്മ സകലതും മറക്കണു. അങ്ങനെ ഓരോ ലീലകൾ ആടിക്കൊണ്ടിരിക്കണു എന്നാ. ഇങ്ങനെ ഭഗവാൻ വെണ്ണ കട്ടും കൊണ്ടും അമ്മയെ കളിപ്പിച്ചും കൊണ്ടും അച്ഛനെ കളിപ്പിച്ചും കൊണ്ടും ആ ഏട്ടന്റെ കൂടെ ഓരോ സ്ഥലത്തും ഓടി കളിച്ചും കൊണ്ട് എല്ലാവർക്കും ആനന്ദം കൊടുത്തും കൊണ്ടെന്നാ. വികൃതി കാണിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ആനന്ദാണെന്നാ. ഭഗവാൻ ഇങ്ങോട്ട് കാണുന്ന സമയത്ത് പറഞ്ഞില്ലേ, ഇന്ന് എൻ്റെ വീട്ടിൽ കള്ളം കയറുമെന്ന് മോഹിച്ചിട്ടാണ് ഓരോ ഗോപികൻ രാത്രി കിടക്കാൻ പോവാന്ന്. അപ്പൊ അത്രയും ആഗ്രഹമാണ് ഭഗവാനെ കാണാൻ, ഭഗവാനെ ലാളിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയുള്ള ഭഗവാൻ ഒരാൾക്കും ഒരു നിരാശ, ഒരു വിഷമം മനസ്സിൽ വരുന്നില്ല ഭഗവാന്റെ ലീലകളെ കൊണ്ട്. അത് വരണില്ല എന്ന് മാത്രല്ല, അതിൽ ഇരട്ടിക്ക് ഇരട്ടി ആനന്ദമാണ് വരുന്നത്. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, അടിയന്റെ രോഗം മാറ്റണേന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇവിടെ മേൽപ്പത്തൂര് ഈ അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. അപ്പൊ ഈ ബാലലീലകളെ കുറിച്ച് പറയുന്ന സമയത്ത് എത്ര പറഞ്ഞാലും നമ്മൾക്ക് മനസ്സിന് തൃപ്തി വരാത്ത രീതിയിലുള്ള ഭഗവാന്റെ കഥകളാണ് ബാലലീലകൾ അല്ലെ. ഭഗവാന്റെ ആ പുഞ്ചിരി അങ്ങനെ തന്നെയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഥകളെന്ന് വേണ്ട ഏതൊരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിലും ഈ ബാലലീലകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു ആന്റൈ ഡിപ്രസന്റ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം ഭഗവാന്റെ ആ കഥകളെ കുറിച്ചായാലും ആ മുഖത്തിനെ കുറിച്ചായാലും ആ ചിരിയെ കുറിച്ചായാലും ഒന്ന് ചിന്തിക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സിലെ സകല ആ ആധികളും വ്യാധികളും ഒക്കെ അങ്ങോട്ട് അലിഞ്ഞ് പോണ പോലെ നമുക്ക് തോന്നും അല്ലെ. നമുക്കറിയാം ഗുരുവായൂർ നമ്മൾ തൊഴാൻ നിൽക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടി വരിയൊക്കെ നിന്നിട്ട് ഉള്ളിലേക്ക് ചെല്ലണ സമയത്ത് ഒരു പട്ടിക നിറച്ച് പരിഭവം കൊണ്ടാണ് നമ്മൾ ചെല്ലുക. ഭഗവാനോട് ഇന്ന കാര്യം പറയണം, ഇന്ന വിഷമം പറയണം, ഇന്ന ദുരിതത്തിനെ കുറിച്ച് പറയണം, ഇന്ന ദുഃഖത്തിനെ കുറിച്ച് പറയണം എന്നൊക്കെ വിചാരിച്ച് പരിഭവം പറയാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുക. പക്ഷെ ആ ചെല്ലണ സമയത്ത് അവിടെ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു അല്ലേ. അതല്ലേ ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ആ മുന്നിൽ ആ ശ്രീലകത്തിന്റെ മുന്നിലേക്ക് ഒരു നിമിഷം നേരം നമുക്കൊന്ന് ആ രൂപം ഒന്ന് കാണാൻ കിട്ടുമ്പോഴേക്കും അപ്പൊ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പരിഭവം അവിടെ സ്ഥാനമുണ്ടോ? ഒന്നിനും സ്ഥാനമില്ല. അപ്പൊ ആസ്വദിക്കുകയാണ് അല്ലെ. ആ പുഞ്ചിരി കണ്ടുകൊണ്ട് സകലതും മറന്നും കൊണ്ട് നമ്മളപ്പോ ആസ്വദിക്കുകയാണ് ആ ഭഗവാന്റെ സ്വരൂപം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വരൂപം
എന്തുകൊണ്ടാണത് നമുക്ക് സാധിക്കുന്നത്? ആ മായാമയന്റെ മുൻപിൽ എത്തുമ്പോഴേക്കും ആ മായ നമ്മളെ ബാധിക്കാണ്ട് ആ ഒരു നിമിഷത്തിനായാലും ശരി നമ്മൾ ആരാണെന്നും നമ്മളുടെ ജീവിതത്തിനെ കുറിച്ചും അതിലുള്ള ദുഃഖങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ഒക്കെ സകലതും നമ്മൾ അവിടെ മറന്നുകൊണ്ട് ആ ഭഗവാനെ മാത്രം, അത് മാത്രമാണ് ഭഗവാന്റെ ആ സ്വരൂപവും ആ പുഞ്ചിരിയും ആ അതിസുന്ദര മന്ദഹാസം എന്ന് പറയണില്ലേ, അത് മാത്രമേ നമ്മളുടെ മനസ്സിൽ അപ്പോൾ തെളിയണുള്ളൂ. അപ്പോൾ ആ ഒരു നിമിഷം, നിമിഷം നേരം അത് ആസ്വദിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യണത് അല്ലേ. പക്ഷെ പുറത്തേക്ക് അങ്ങോട്ട് വന്നു, രണ്ടടി അങ്ങോട്ട് നടന്ന ആ ഗണപതിയുടെ നടയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അപ്പോഴേക്കും പെട്ടെന്ന് ബോധം വരെ താൻ ആരാണ്, തൻ്റെ കൂടെ വന്നവരാരാ, അവരെവിടെ പോയി, അവരെ കാത്തു നിൽക്കണു. അതേപോലെ അപ്പോഴേക്കും തൻ്റെ ജീവിതത്തിലെ ആ കാര്യങ്ങളൊക്കെ വീണ്ടും മനസ്സിലേക്ക് വന്നു. അപ്പോൾ മായാമയന്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറിയപ്പോഴേക്കും മായ വീണ്ടും പിടികൂടി എന്നർത്ഥം. അപ്പോൾ അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അതേപോലെ ആ ഭഗവാന്റെ പുഞ്ചിരിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം നമ്മൾക്ക് മറക്കാൻ സാധിക്കുന്ന, അപ്പോൾ അത് ഗുരുവായൂർ തൊഴാൻ പോകുമ്പോൾ മാത്രം ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമുള്ളതാണോ ഈ ഒരു സുഖം, ഈ ഒരു ആനന്ദം? അല്ല, അത് പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിത്യമായിട്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കും എന്നാണ്. ആ ഭഗവാനെ തന്നെ സ്മരിക്കുക, ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുക, നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമസങ്കീർത്തനം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ആ ഗുരുവായൂർ നടക്കിൽ പോയിട്ട് തൊഴേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ണടയ്ക്കുമ്പോഴേക്കും തന്നെ ഭഗവാന്റെ ആ രൂപം, അതേ രൂപം നമ്മുടെ മനസ്സിൽ തെളിയാൻ തുടങ്ങുന്ന, അപ്പോൾ അതേ ആനന്ദം നമുക്ക് അനുഭവിക്കാനും ആവുന്ന അർത്ഥം. അങ്ങനെ നമ്മൾ അനുഭവിക്കാറാവുമ്പോഴാണ്, അങ്ങനെയാണ് ഭഗവാൻ നമ്മളുടെ ഉള്ളിലേക്ക്, നമ്മൾ ഗുരുവായൂർ പോയിട്ട് ഭഗവാനെ കാണണ്ട, ഭഗവാൻ ഇങ്ങോട്ട് എഴുന്നള്ളണു എന്നാണ്. അങ്ങനെ ഭഗവാനെ വരുത്താൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും അതല്ലേ സാധിക്കണത്. അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തിന്റെ മുൻപിൽ, അവരുടെ ആ ഭാവത്തിന്റെ മുൻപിൽ ഭഗവാൻ ഇറങ്ങി വരണൂന്നാ. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കൊണ്ട് നടത്തുന്ന ആ ഭഗവാൻ ഒരു ഉണ്ണിയായിട്ട്, അവരുടെ മകനായിട്ട്, നന്ദനനായിട്ട്, അല്ലെങ്കിൽ കളിക്കൂട്ടുകാരനായിട്ട്, അല്ലെങ്കിൽ വെണ്ണ കക്കണ ആ കള്ളനായിട്ട് അവരെയൊക്കെ ആനന്ദിപ്പിച്ചും കൊണ്ട് അവരുടെ ഇടയിലേക്ക് ഭഗവാൻ ഇറങ്ങി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതന്നെയാണ്. ആ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി, ആ സ്നേഹം, അതാണ് അവരുടെ ആ ഭാവം. അതിന്റെ മുന്നിൽ മാത്രമേ ഭഗവാൻ തോറ്റു കൊടുക്കണുള്ളൂ, അതിന്റെ മുൻപിൽ മാത്രമേ ഭഗവാൻ വഴങ്ങി കൊടുക്കണുള്ളൂ എന്നാണ്. അപ്പൊ ആ ഒരു ഭാവം, ആ ഒരു ഭഗവാന്റെ ഭാവം, ആ സാന്നിധ്യം നമുക്കും ആനന്ദത്തോടു കൂടി അനുഭവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും അവരുടെ ആ നിലവാരത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. അവരുടെ ആ നിലവാരത്തിൽ അത്രയും ഭക്തി, നിഷ്കളങ്കമായ ഭാവത്തോടു കൂടി നമ്മൾ ആ ലോകത്തിനെ കാണുക, എല്ലാവരിലും ഭഗവാനെ കാണുക, ഭഗവാനെ സേവിക്കുക, ആരാധിക്കുക ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ ആ സാന്നിധ്യം നമുക്കും അനുഭവിക്കാറാവണമെന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥകൾ എത്ര പറഞ്ഞാലും മതിവരാത്ത കഥകളാണ്. എനിക്ക് തോന്നുന്നു നാരായണീയത്തിന്റെ ഈ ഉദ്യമം തുടങ്ങിയിട്ട് ഏറ്റവും വലിയ ഒരു ദശകത്തിനെ കുറിച്ചുള്ള വർണ്ണനയാണ് തോന്നുന്നുണ്ട് ഇന്നിപ്പോ ചെയ്തിട്ടുള്ളത്. എന്നാലും എത്ര വർണ്ണിച്ചാലാ തീരുക അല്ലേ. എത്ര കഥകളാണ്. ഒരു പക്ഷെ എനിക്കൊന്നും, ഞാൻ കേട്ടിട്ടുള്ള ആ ആചാര്യമുഖത്തുനിന്ന് ആ ആചാര്യന്മാരുടെ നിലവാരത്തിലൊന്നും എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല കേട്ടോ. എന്നാലും അറിയണ പോലെ, സാധിക്കണ പോലെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതിലും അത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സജ്ജനങ്ങൾ എല്ലാവരും പൊറുക്കുക. എന്തായാലും ഈ ദശകോതെ നമുക്ക് ഭഗവാന്റെ കാൽക്കല് ചൊല്ലി സമർപ്പിക്കാൻ ശ്രമിക്കാം. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹരേ. അയി സബലമുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാശ്രവണകുതുകഭാജൗ ചേരതുഷാരുവേഗാത് മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജകലിതകരാന്തവ്യാലകത്കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാധേ കൗതുകം വാസുദേവാ ദ്രുതഗതിഷു പദന്താ ഉത്ഥിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച സ്നുതകുചഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാസ്തന്യദാ ധന്യധന്യാ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ
തദനുചരണചാരീ താരകൈ സാകമാരാന്നിലയതതിഷു ഖേലൻ ബാലചാപല്യശാലി ഭവനശുകവിലാളാൻ വത്സകാംശാനുധാവൻ കഥമപി കൃതഹാസൈർ ഗോപകൈർവാരിതോ ഭൂ ഹലധരസഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശപതിതനേത്രാ തത്ര തത്രൈവ ഗോപ്യ വിഗളിതഗൃഹകൃത്യാ വിസ്മൃതാപത്യഭൃത്യാ മുരഹരമുഹുരത്യന്താകുലാ നിത്യമാസൻ പ്രതിനവനവനീതം ഗോപികാ ദത്തമിച്ഛൻ കളപദമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിപക്വം ദുഗ്ധമപ്യാപിബസ്ത്വം മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താം ഇഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമധിക്കിം ദേവ സംത്യജ്യ യാജ്ഞാം ദധിഘൃതമഹരസ്ത്വം ചാരുണാ ചോരണേന തവ ദധിഘൃതമോഷേ ഘോഷയോഷാ ജനാനാമഭജത ഹൃദി രോഷേ നാവകാശം ന ശോക ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധൗ ന്യഥാസ്ത്വം സമമ ശമയ രോഗാൻ വാദഗേഹാധിനാഥ. ഗുരുവായൂരപ്പ ശരണം.